ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഈ പിശാചിനെയും ഭൂതത്തിനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും പറ്റാത്ത ഒന്നിനെ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്നാണോ? അങ്ങനെയെങ്കിൽ പിശാചിനെ കണ്ടവരുണ്ട്, നിങ്ങൾക്കും കാണാൻ പറ്റും. വിയന്നയിലെ കുൻസ്തിസ്റ്റോറീഷ്യസ് മ്യൂസിയത്തിൽ ഒരു വസ്തുവുണ്ട്. അതേക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്യാറില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പോലും പലർക്കും ഭയമാണ്. അതൊരു പിശാചാണ്. നമ്മൾ കണ്ട് ശീലിച്ചതുപോലെ ഒരു പുസ്തകത്തിലെ ചിത്രമോ അല്ലെങ്കിൽ ഒരു ശില്പമോ അല്ല. അത് ഒരു ചില്ലുകട്ടയിൽ, ഒരു ഗ്ലാസ് പ്രിസത്തിൽ അകപ്പെട്ടുപോയ ഒരു പിശാചാണ്. ട്യൂഫൽ ഇം ഗ്ലാസ്, അങ്ങനെയാണ് ആ വസ്തു ജർമ്മൻ ഭാഷയിൽ അറിയപ്പെടുന്നത്. ചില്ലിലകപ്പെട്ട പിശാച് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലങ്ങൾക്ക് മുമ്പേ നടന്നൊരു എക്സോസിസത്തിൻ്റെ ഭാഗമാണ് ഈ പിശാച് എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രാണി ഉറച്ചുപോയ ഗ്ലാസ്സിൽ അകപ്പെട്ടതുപോലെ ആ ചില്ല് കഷ്ണത്തിനുള്ളിൽ ആരോ ബന്ധിച്ച ആ പിശാച് പലരുടെയും പേടി സ്വപ്നമാണ്. ഒന്ന് അനക്കുക പോലും ചെയ്യാതെ ആ ചില്ല് കഷ്ണം സൂക്ഷിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് വീണുടഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ ആ പിശാച് വരുമെന്നും അത് ലോകത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏതാണ്ട് 6 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു കുഞ്ഞ് മനുഷ്യരൂപം എന്നല്ല, മനുഷ്യനോട് സാമ്യം തോന്നുന്ന ഒരു പിശാചിൻ്റെ രൂപം എന്നാണ് പലരും പറയുന്നത്. ഇത് ഈ ചില്ലിനകത്തായത്, ഈ ഒരു ഗ്ലാസ് പ്രിസത്തിനകത്തായത് ഏതാണ്ട് 1600-കളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. കുൻസ്കാമർ 6211, അങ്ങനെയാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ പറയുന്നത്. ഈ കുൻസ്കാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജർമ്മൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ക്യാബിനറ്റ് ഓഫ് ക്യൂരിയോസിറ്റീസ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വസ്തു ആളുകളെ ഇത്രത്തോളം ക്യൂറിയസ് ആക്കുന്നത്? പൊതുവെ ആളുകൾ വിശ്വസിച്ചു പോരുന്നൊരു കാര്യം, ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പിശാചിനെ ഈ ഒരു ഗ്ലാസ് പ്രിസത്തിനുള്ളിലേക്ക് ആവാഹിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് ആ ചില്ല് പൊട്ടിച്ച് പുറത്തു വരുമെന്നും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ അത് നമ്മെ എപ്രകാരമായിരിക്കും ബാധിക്കുക? എന്നാൽ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായി അറിഞ്ഞ മറ്റൊരു കാര്യം അതെന്നെ കുറച്ചുകൂടി ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തി. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പിശാചിനെ ഈ ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് ആവാഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. 1720 ഈ ഒരു വസ്തുവിനെക്കുറിച്ച് വിയന്നയിലെ ഇംപീരിയൽ ട്രഷറി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു സിംബോളിക് വസ്തുവല്ല എന്നും ഇതിനകത്ത് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി അകപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. ഈ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യൻ്റെ ആത്മാവാകാം, അതല്ല എങ്കിലൊരു പിശാചാകാം എന്ന്. ഈ പറഞ്ഞ കഥ ഏതോ നാടോടി കഥയിൽ നിന്നും അടിച്ചു മാറ്റിയതാണ് എന്ന് കരുതരുത്. ഈ വസ്തുവിനോടൊപ്പമുള്ള ഒരു തുകൽ പുസ്തകത്തിൽ ആ എൻറ്റിറ്റിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നും അവർ റെക്കോർഡുകളിൽ പറയുന്നു. യൂറോപ്പിലെ പല ഭയപ്പെടുത്തുന്ന കഥകളിലും പല വസ്തുക്കളിലും ആവാഹിക്കപ്പെട്ട ആത്മാക്കളെയും പിശാചുക്കളെയും പറ്റി പറയുന്നുണ്ട്. ഡീമൺസിനെ എക്സോസിസത്തിലൂടെ ഒഴിവാക്കുമ്പോൾ ചില വസ്തുക്കളിലേക്ക് ആവാഹിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പാവകളിലും മറ്റും അങ്ങനെ ആവാഹിച്ച പിശാചുക്കൾ പ്രശസ്തവുമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ഗ്ലാസ് പ്രിസം? ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിൽ ഒരു പാവയിലോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിലോ ഒരു പിശാചോ അല്ലെങ്കിൽ ആത്മാവോ ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ആ പിശാചിനെ കാണാൻ പറ്റും. ആ ഒരു ഗ്ലാസ് പ്രിസം അത് വിശദീകരിക്കുന്നത് ഇന്ത്യയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില ആചാരങ്ങളെക്കുറിച്ചാണ്. 13-ാം നൂറ്റാണ്ടിൽ ഓസ്ട്രിയയിലെ കരിൻഡിയയുടെ ഭരണാധികാരിയായിരുന്ന ഡ്യൂക്ക് മീൻഹാർഡിൻ്റെ മകൾക്ക് ഒരു അസുഖം പിടിപെട്ടു. മറ്റാരെയോ പോലെ അവൾ പെരുമാറുന്നു. ചുറ്റുമുള്ളവരോടും അച്ഛനോടും അമ്മയോടും പോലും വെറുപ്പോടെ പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. കുഞ്ഞിന് ബാധ കയറിയതാണ് എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത്. പലരും ഒഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ ആ ബാധയെ ഒഴിപ്പിക്കാനായി അദ്ദേഹം മകളുമായി വന്നെത്തിയത്
ഹിമാലയത്തിൽ എവിടെയുള്ള ഒരു മൊണാസ്ട്രിയിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാർ അവർക്കറിയാവുന്ന പല തന്ത്രവിദ്യകളും ശ്രമിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ ബാധിച്ചിരുന്നത് എന്താണ് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ ശ്രമം രാവും പകലും നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ കുഞ്ഞിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഒരുപാട് രാവുകൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി കുഞ്ഞ് ഒരു പരുക്കൻ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെയുള്ള ഒരുത്തനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് അവൻ വരണം. കൈഷയിൽ നിന്നും അവൻ വരണം. ജർമ്മനിയിലെ ബവേറിയയിലുള്ള ഒരു പ്രദേശമാണ് കൈഷേം. അവിടെയുള്ള ഇംപീരിയൽ മൊണാസ്ട്രിയിലെ ഒരു സാധാരണ ബ്രദറിനെയായിരുന്നു ആ പിശാചിന് ആവശ്യം. എത്രയും പെട്ടെന്ന് ആ ബ്രദർ ഇവിടെ എത്തിയാൽ മാത്രമേ ഈ കുഞ്ഞിനെ വിട്ട് താൻ പുറത്തിറങ്ങൂ എന്ന് സന്യാസിമാർക്ക് പിശാച് വാക്കുകൊടുത്തു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ബ്രദർ ഒരു പ്രതിജ്ഞയിലായിരുന്നു. ആ മൊണാസ്ട്രിയിൽ നിന്നും ആ ജന്മം അയാൾ വിട്ടുപോവില്ല എന്നൊരു പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ അറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും പിശാച് ഇങ്ങനെയൊരു തന്ത്രം പുറത്തെടുത്തത് എന്ന് സന്യാസിമാർ വിശ്വസിക്കുന്നു. ആ കുഞ്ഞിനെ പിശാചിൽ നിന്നും രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ മൊണാസ്ട്രിയിലെ മറ്റുള്ളവർ ബ്രദറിനെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിലേക്ക് എത്തി. എന്നാൽ ബ്രദറിൻ്റെ വരവ് ആ പിശാചിനെ തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടി അത് ഉറക്കെ നിലവിളിക്കാനും അസഭ്യം പറയാനും തുടങ്ങി. എന്നാൽ ബ്രദർ വന്നാൽ താൻ കുഞ്ഞിനെ വിട്ട് പുറത്തിറങ്ങാമെന്ന പിശാചിൻ്റെ വാക്ക് പിശാച് പാലിച്ചു. കുഞ്ഞിൽ നിന്നും പുറത്തിറങ്ങിയ ആ പിശാചിനെ സന്യാസിമാർ ഒരു ചില്ല് കട്ടയിലേക്കാണ് ആവാഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചില്ല് കട്ടയെ ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി പൂട്ടിയ ശേഷമാണ് ബ്രദർ അതിനെ കൈഷേമിലെ മൊണാസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കൈഷേമിലെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിലെ പ്രധാന വികാരി പറഞ്ഞത് ആ ചില്ലുകട്ട പള്ളിയുടെ ഉച്ചിയിൽ കെട്ടിയിട്ടുള്ള ചില്ലുവിളക്കിൽ ബന്ധിക്കാനായിരുന്നു. ആ ചില്ലുകട്ടയുമായി പോകുമ്പോൾ തന്നെ സന്യാസിമാർ ആ ബ്രദറിനോട് പറഞ്ഞിരുന്നു ആ ചില്ലുകട്ട ഒരിക്കലും താഴെ വീഴരുത് എന്നും അത് തകർന്നു പോയാൽ ആ നാടിനെ തന്നെ അത് ഇല്ലാതാക്കുമെന്നും. ഈ വാക്കുകളെല്ലാം ആ തുകൽ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ചില്ല് കഷ്ണത്തിലേക്ക് ആത്മാവിനെയോ അല്ലെങ്കിൽ ഒരു പിശാചിനെയോ ആവാഹിക്കുക എന്നത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു വിഷയമായിരിക്കും. എന്നാൽ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആസം എന്ന് പറയുന്ന സ്ഥലത്തെ മയോങ് എന്ന് പറയുന്ന പ്രദേശത്തിൽ അത്തരം ചില വിശ്വാസങ്ങളുണ്ട്. മയോങ് എന്നാൽ ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. മയോങ്ങിലെ ഒരു പ്രത്യേക ഗോത്രമുണ്ട്. അവർ ഇത്തരത്തിലുള്ള പ്രേതഭൂതാദികളെ ആവാഹിക്കുന്നത് ചില്ലിലേക്കും കണ്ണാടികളിലേക്കുമാണ്. ഗ്ലാസ് ട്രാപ്പ് അഥവാ മിറർ ട്രാപ്പ് എന്നൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിനെ പലരും വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ഇത്തരം പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവർ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെയും പിശാചുക്കളെയും പ്രേതഭൂതാദികളെയും എല്ലാം ചില്ലിലേക്ക്, ഒന്നുകിൽ ഒരു ചില്ല് കഷ്ണമായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ചില്ല് കട്ടയായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു പൊട്ടിയ കണ്ണാടിയുടെ കഷ്ണമായിരിക്കാം, അതിലേക്ക് ആവാഹിക്കുന്നതായി പല പ്രമുഖ പുസ്തകങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. അബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വില്യം കോക്ഷലിൻ്റെ ജേണീസ് ഓഫ് ലിങ്കൺ എന്ന പുസ്തകത്തിൽ അബ്രഹാം ലിങ്കൻ്റെ മൃതദേഹം വൈറ്റ് ഹൗസിൽ പ്രദർശനത്തിന് വെക്കാൻ നേരം അവിടെയുണ്ടായിരുന്ന കണ്ണാടികൾ മുഴുവൻ കറുത്ത തുണിയിട്ട് മൂടിയതായി പറയപ്പെടുന്നുണ്ട്. അതിന് കാരണം അബ്രഹാം ലിങ്കൻ്റെ ആത്മാവ് വൈറ്റ് ഹൗസിലുണ്ടെങ്കിൽ അതിനൊരിക്കലും മിറർ ട്രാപ്പ് സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ടായിരിക്കാമെന്ന് കോക്ഷൽ ആ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഈ ബ്ലാക്ക് മാജിക്കിലെല്ലാം ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ബോൾസ്, അതിനും ഇത്തരത്തിൽ പല വിശ്വാസങ്ങളുമുണ്ട്. പള്ളിയുടെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ചില്ല് വിളക്കിൽ ബന്ധിച്ച ചില്ല് കഷ്ണത്തിലെ പിശാചിൻ്റെ കഥ അപ്പോഴേക്കും ആ പ്രദേശം മുഴുവൻ പ്രശസ്തമായിരുന്നു. അതിനെ കാണാൻ പലരും വന്നിരുന്നുവെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ നിന്ന് അതിനെ നോക്കി നിൽക്കാനുള്ള ധൈര്യം അധികമാർക്കും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 1500കളുടെ അവസാനം വരെ ആ വസ്തുവിനൊരു പോറൽ പോലും സംഭവിക്കാതെ, അതിന് ഒരു കേടുപാടുകളും സംഭവിക്കാതെ അവർ സൂക്ഷിച്ചു കൊണ്ടു നടന്നിരുന്നു. ഒരിക്കൽ കൈഷേം മൊണാസ്ട്രി സന്ദർശിക്കാൻ വേണ്ടി മകനോടൊപ്പം റോമൻ ചക്രവർത്തി ഫ്രെഡറിക് മൂന്നാമൻ വന്നിരുന്നതായി റെക്കോർഡുകൾ പറയുന്നുണ്ട്. ചില്ലുകട്ടയിലെ പിശാചിനെ കുറിച്ച് അദ്ദേഹം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെ അടുത്തു നിന്ന് കാണാൻ അദ്ദേഹത്തിന് താല്പര്യവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ വന്നൊരു പരിചാരകനെ മുകളിലേക്ക് വിട്ട് അത് ഊരിക്കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞു.
അതൊരിക്കലും ചെയ്യരുത് എന്ന് പലരും പറഞ്ഞിട്ടും അദ്ദേഹം അത് കേട്ടില്ല. രാജാവിൻ്റെ ആജ്ഞ ധിക്കരിക്കുക എന്നത് ഒരു പരിചാരകന് ഒരിക്കലും സാധിക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പള്ളിയുടെ ഭിത്തിയിൽ വലിഞ്ഞു കയറി. ആ പള്ളിയുടെ ഉത്തരത്തിലേക്ക് അയാൾ ചെന്നെത്തി. അവിടെ നിന്നും ആ ചില്ല് വിളക്കിൽ തൂക്കിയിട്ടിട്ടുള്ള ചില്ല് കഷ്ണം അയാൾ കയ്യിലെടുത്തു. അതോടെ അയാൾ ബോധരഹിതനായി താഴെ വീഴുകയായിരുന്നു. ചോരയിൽ കുളിച്ച് കൺമുമ്പിൽ കിടക്കുന്ന ആ പരിചാരകനെ ഒന്ന് നോക്കാൻ മാത്രമേ ആ രാജാവിന് കഴിഞ്ഞുള്ളൂ. ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളിയിൽ ആ പിശാച് കാരണം സംഭവിച്ചിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഡീമൺ ചില്ല് പ്രസത്തിൽ നിന്നും പുറത്തു വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്തായിരിക്കും സംഭവിക്കുക? ഇത്രയൊക്കെ ആ തുകൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതും ആ തുകൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവണമല്ലോ. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ ഡീമണെ കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്, അതും പറയാം. ഓസ്ട്രിയയിലുള്ള ആർച്ച് ഡ്യൂക്ക് ലെപ്പോർട്ട് വില്ലം എന്ന ചിത്രകാരനോട് ചേർന്നാണ് ഈ ഒരു കഥ വിശദീകരിക്കുന്നത്. 1614 ജനിച്ച് 1662 വരെ ജീവിച്ചിരുന്ന ആ ചിത്രകാരൻ്റെ ശേഖരത്തിലുണ്ടായിരുന്ന ഒരു വസ്തുവിനെ കുറിച്ച് കൃത്യമായൊരു വിശദീകരണം അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം കൂർത്തിട്ടുള്ള ചതുരത്തിലുള്ള ഒരു ചില്ലുകെട്ട്, അതിനുള്ളിൽ പിശാചിനോട് സാമ്യം തോന്നുന്ന ഒരു കറുത്ത മനുഷ്യരൂപവും. ഈ വിശദീകരണം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ള അതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്, അതേ വസ്തുവിനെ കുറിച്ച് തന്നെയാണ് ചിത്രകാരനും വിശദീകരിച്ചിട്ടുള്ളത്. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എക്സോസിസവും ആ എക്സോസിസത്തിലൂടെ പുറത്തു വന്ന പിശാചും ആ പിശാചിനെ ആവാഹിച്ചിട്ടുള്ള ചില്ലുപ്രസവം ഇനി വേറെ ആയിരിക്കുമോ? അതായത് നമ്മൾ പറഞ്ഞ കഥയിൽ ആ ആവാഹനത്തിന് ശേഷം ഈ പ്രസം നേരെ പോയിട്ടുള്ളത് പള്ളിയിലേക്കാണ്. പള്ളിയിൽ നിന്നും അത് മ്യൂസിയത്തിലേക്ക് എത്തി. അപ്പോൾ ചിത്രകാരൻ്റെ കയ്യിലുള്ള പ്രസം ഏതായിരിക്കും? ഒന്നുകിൽ 1600കളിൽ ജീവിച്ചിരുന്ന ആ ചിത്രകാരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ റിനൈസൻസ് കളക്ഷൻസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വിശദീകരണം കള്ളമായിരിക്കും. അതല്ല എങ്കിൽ 1720ൽ മ്യൂസിയത്തിലേക്ക് വന്നെത്തിയ ഈ വസ്തുവിനെ കുറിച്ച് അവിടെയുള്ള തുകൽ പുസ്തകത്തിൽ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ കഥ കള്ളമായിരിക്കും. എന്തായാലും ഒന്ന് ഞാൻ പറയാം, ഈ വസ്തു അത് സത്യമാണ്. അതിപ്പോൾ പോയാൽ ആർക്കും കാണാൻ പറ്റും. പക്ഷെ അതേക്കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കഥ, ഇന്ത്യയിൽ എവിടെ നിന്നോ ആവാഹിക്കപ്പെട്ട ഒരു പിശാച് കറങ്ങി കറങ്ങി ജർമ്മനിയിലെത്തിയ ഒരു കഥയാണ്. ആ വസ്തു അത് പള്ളിക്കാരുടെയോ അല്ലെങ്കിൽ ചിത്രകാരൻ്റെയോ ആവട്ടെ, നമ്മുടെ പ്രധാന വിഷയം എന്താണ്? ആ ചില്ല് വൃക്ഷത്തിനുള്ളിലുള്ളത് യഥാർത്ഥ പിശാചാണോ? അങ്ങനെയെങ്കിൽ അതിന് വല്ല ശക്തിയുമുണ്ടോ എന്നതാണ്. അതിനുള്ളിലുള്ള യഥാർത്ഥ വസ്തു എന്താണെന്ന് അറിയണമെങ്കിൽ ആ ചില്ല് വൃക്ഷം തല്ലിപ്പൊട്ടിക്കണം. പക്ഷേ അതിലൂടെ നമുക്ക് ആ വസ്തു തന്നെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. അതിലൂടെ കൃത്യമായി പലരും പറയുന്നൊരു വിഷയം, ആ ചില്ല് വൃക്ഷത്തിനുള്ളിലുള്ളത് മനുഷ്യനിർമ്മിതമായ കറുത്ത ലഡ് കൊണ്ട് സൃഷ്ടിച്ച ഒരു മനുഷ്യരൂപം മാത്രമാണ് എന്നാണ്. ആരോ എന്തിനോ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കരകൗശല വസ്തു. അത് കറങ്ങിത്തിരിഞ്ഞ് മ്യൂസിയത്തിലേക്ക് വന്നപ്പോൾ 4 ആൾ കാണാൻ വേണ്ടി അതിന് ഒരു കഥ സൃഷ്ടിച്ചു. അത്രമാത്രമേ ഉണ്ടാവാൻ തരമുള്ളൂ. എന്നിരുന്നാലും റോട്ടിൽ കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ആസാമിലെ മയോങ്ങിലേക്ക് അധിക ദൂരമില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നിങ്ങൾ കൊണ്ടുപോകുന്ന ചില്ല് കഷ്ണത്തിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ ആവാഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.